ഈ അടുത്ത് നമ്മുടെ ആസ്ക് റുപ്പീമംഗ് സർവീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സുഹൃത്ത് കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒന്ന് റിവ്യൂ ചെയ്ത് തരുകയും വേണമെന്ന് പറയുണ്ടായി. അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്തപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ വളരെ വലിയൊരു അളവ് മ്യൂച്വൽ ഫണ്ടുകൾ അതിൽ നിന്ന് ഒഴിവാക്കുകയും കൃത്യമായ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പീമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പീമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ ആളുകളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും അവരുടെ ഗോളുകളും ഒക്കെ അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോയും അവരുടെ ഓവറോൾ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യാറൊക്കെ ഉണ്ട്. എന്നിട്ട് അവർക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതാണ് നമ്മൾ ആസ്ക് റുപ്പീമംഗ് സർവീസ് വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും അത്തരം സർവീസുകൾ ലഭിക്കും. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഒരാൾ പോർട്ട്ഫോളിയോ നമ്മൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോർട്ട്ഫോളിയോ ഷെയർ ചെയ്തപ്പോൾ നമ്മൾ അതിൽ നിന്ന് കണ്ട കാര്യങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കിയ കുറച്ച് ഫണ്ടുകളും അങ്ങനെ ഒഴിവാക്കാനായിട്ട് എന്താണ് കാരണമെന്നുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടി ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഇയാളുടെ ഒരു പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യാതെ ഈ ഫണ്ടുകളുടെ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ഒരു വലിയൊരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ 28ഓളം ഫണ്ടുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു റിവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഫണ്ടുകളുടെ എണ്ണം നമ്മൾക്കൊരു 10ൽ താഴെയാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ 28,000 രൂപ 28 ഫണ്ടുകളിലായിട്ട് 1000 രൂപ വെച്ചിടുന്നതും 4 നല്ല ഫണ്ടുകളിൽ 7000 രൂപ വെച്ചിടുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് 3 മുതൽ 5 വർഷം വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നേറി പോകുന്ന ആളുകളുടെ പോർട്ട്ഫോളിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള പെർഫോമിംഗ് ആയിട്ടുള്ള ഫണ്ടുകൾ മാത്രമായിട്ട് ഒരു പോർട്ട്ഫോളിയോ വെക്കുന്നതാണ് നല്ലതെന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോർട്ട്ഫോളിയോയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണത്തിനൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണ് ആദ്യമായിട്ട് റിവ്യൂ ചെയ്ത് ശരിയാക്കി കൊടുത്തത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ പല ഫണ്ടുകളും വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്നതോ വളരെ മോശമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുമായിട്ടുള്ള തരത്തിലുള്ള ഫണ്ടുകളായിരുന്നു. അത്തരം ഫണ്ടുകൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനിൽ അങ്ങനെ മോശമായിട്ട് വരാനുള്ള സാധ്യതയുള്ള ഫണ്ടുകളാണ്. ഇതൊരിക്കലും ആ ഫണ്ടുകളെ മോശമാക്കി കരുതുന്നതോ ആ ഫണ്ടുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതോ അല്ല. എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യൂവിൽ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. റെഗുലർ ആയിട്ടുള്ളൊരു ഫണ്ടുകൾ കുറേ എണ്ണം അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചേർത്തിയത് ഒരു പ്രധാനപ്പെട്ട ഒരു ബ്രോക്കർ വഴിയാണ് അദ്ദേഹം മ്യൂച്വൽ ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്തത് ആദിത്യ ബിർള സൺ ലൈഫിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് റെഗുലർ ഗ്രോത്ത് എന്ന് പറഞ്ഞുള്ളൊരു ഫണ്ട് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. ആ റെഗുലർ ഗ്രോത്ത് ഫണ്ടുകളുടെ ഒരു ദോഷം നിങ്ങൾക്കറിയാമല്ലോ. അതായത് അത് ഒരു ബ്രോക്കർ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ചാർജുകളും അതോടൊപ്പം തന്നെ ഫണ്ടിൻ്റെ സാധാരണ രീതിയിലുള്ള എക്സ്പെൻസും ഒക്കെ വന്നുകൊണ്ട് അധികം ചാർജുകൾ നമുക്ക് പോകുന്നതാണ് ഈ റെഗുലർ ഫണ്ടുകൾ. അതുമാത്രമല്ല ABSLൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ഫണ്ടുമാണ്. അപ്പോൾ അത്തരം ഒരു ഫണ്ട് ഒരു സെറ്റ് ഓഫ് ഫണ്ടുകൾ നമ്മൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് റിമൂവ് ചെയ്യണ്ടായി. രണ്ടാമത്തേത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളത് സെക്ടറൽ ആയിട്ടുള്ള ഫണ്ടുകളാണ്. അതായത് ICICI പ്രൊഡൻഷ്യൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ഫണ്ട് പോലുള്ള ഒരു പ്രത്യേക സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫണ്ടുകൾ കുറച്ചുണ്ടായിരുന്നു. അത് നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് ഫണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് വിഭാഗത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്തരം കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ടറലായിട്ടുള്ള ഫണ്ടാണ്. അത് അത്തരം ഫണ്ടുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ലാഭം തരുന്ന സമയത്ത് വളരെ വലിയ ലാഭം തരുമെങ്കിലും കൂടുതൽ സമയവും അത് ഒരു നഷ്ടമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വന്നത്. അതുകൊണ്ട് അത്തരം ഫണ്ടുകൾ അദ്ദേഹത്തോട് ഞാൻ റിമൂവ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. മറ്റൊന്ന്, അദ്ദേഹം NFO വഴി 10 രൂപ വാല്യൂ വെച്ചിട്ട് NFO വഴി എടുത്തിട്ടുള്ള 1-2 ഫണ്ടുകളുണ്ടായിരുന്നു. അതിപ്പോഴും പെർഫോം ചെയ്യാത്ത കുറച്ച് ഫണ്ടുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ HDFCയുടെ മൾട്ടി ക്യാപ് ഫണ്ട് പോലുള്ള ഫണ്ടുകൾ NFO വഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതും അദ്ദേഹത്തിനോട് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് പറയുകയുണ്ടായി. മറ്റൊരു കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഇദ്ദേഹം
തീമാറ്റിക് ആയിട്ടുള്ള പല ഫണ്ടുകളും എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ടോറസ് എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞുള്ളൊരു ഫണ്ട് എടുത്തിട്ടുണ്ട്. ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അവരുടെ മതവിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഹലാലായിട്ടുള്ള ഫണ്ട് എന്നുള്ള രീതിയിൽ എടുക്കുന്ന ഫണ്ടാണ് ഈ ടോറസ് എത്തിക്കൽ ഫണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മതവിശ്വാസമോ അതിനെ പറ്റിയിട്ടുള്ള ആ ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ആ മതത്തിലെ ചിന്തകളെയോ ഫോളോ ചെയ്യാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തുകൊണ്ട് ഈ തീമാറ്റിക് ഫണ്ട്, ഈ പ്രത്യേക തീമാറ്റിക് ഫണ്ട് എടുത്ത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അദ്ദേഹത്തിനും അത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിനോട് അത്തരം തീമാറ്റിക് ഫണ്ടുകൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ടോറസ് എത്തിക്കൽ ഫണ്ട് പോലുള്ള തീമാറ്റിക് ഫണ്ടുകൾ അദ്ദേഹം ഒഴിവാക്കി. അപ്പോൾ പക്ഷേ ഇത് എല്ലാവർക്കും ഇത് യോജിക്കണമെന്നില്ല കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ സീക്രഡായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയുന്ന മത കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്, അത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു ഫണ്ട് തന്നെയാണ് ടോറസ് എത്തിക്കൽ ഫണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ആൾ അങ്ങനെയുള്ള ഒരാളല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല. മറ്റൊരു ഫണ്ട് നമ്മൾ കണ്ടത് ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകളാണ്. അതായത് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് പോലുള്ള ഫണ്ടുകൾ. ഇത് ഒരു ഡെറ്റ് കാറ്റഗറിയിലുള്ള, അതായത് ചെറിയ റിസ്ക് ചെറിയ നേട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടാണ് ഈ ഡെറ്റ് ഫണ്ടുകൾ. അതിൽ പക്ഷേ ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്ന ആ കാറ്റഗറിയിൽ വരുന്ന കൂടിയ റിസ്ക് ഉള്ള ഫണ്ടുകളാണ്. അപ്പോൾ അത്തരം ഫണ്ടുകൾ ഡെറ്റ് ഫണ്ടുകളുടെ കാറ്റഗറിയിൽ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫണ്ട് നമ്മൾ അദ്ദേഹത്തോട് ഒഴിവാക്കാനായിട്ട് പറയേണ്ടായി. മറ്റൊരു ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ, പല ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതോടൊപ്പം ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫ്ലെക്സി ക്യാപ് ഫണ്ടും കൂടെ ആഡ് ചെയ്ത് വെച്ചിരിക്കും. റിമൂവ് ചെയ്യാനുള്ള ഒരു സജഷൻ കൊടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ചെറിയൊരു ഫണ്ടാണ്. വെറും 339 കോടി രൂപ മാത്രം ആസ്തിയുള്ളൊരു ഫണ്ടാണ് ഈ ബാങ്ക് ഓഫ് ഇന്ത്യ ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അപ്പോൾ മറ്റൊരു കുറച്ചുകൂടെ റിലേറ്റീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിലേക്ക് ആ പൈസ മാറ്റാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ മാറ്റിയ മറ്റൊരു ഫണ്ട് ഇവരുടെ പോർട്ട്ഫോളിയോ. മറ്റൊന്ന് കുറേ അധികം ലാർജ് ക്യാപ് ഫണ്ടുകൾ, ആക്സിസ് ബ്ലൂ ചിപ്പ് പോലുള്ള ലാർജ് ക്യാപ് ഫണ്ടുകൾ വളരെയധികം എണ്ണം അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നു. അതിൽ കുറേയൊക്കെ നമുക്ക് നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ലാർജ് ക്യാപ് ഫണ്ടുകൾ അത്ര ഒരു മികച്ച നേട്ടം തരുന്നതായിട്ട് കാണുന്നില്ല. ലാർജ് ക്യാപ് ഫണ്ടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്പെൻസും അതിന് വരുന്നൊരു റിസ്ക്കും നോക്കുമ്പോൾ അതിന് കമ്പാരിറ്റീവായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലാർജ് ക്യാപ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ ഒരു റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ ബെറ്ററായിട്ട് കിട്ടുന്നത് അത്തരം ഫണ്ടുകളിലാണ് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അങ്ങനെ ഒരു ഫണ്ട് സജസ്റ്റ് ചെയ്തു. പിന്നെ വരുന്നൊരു കാറ്റഗറി കൂടെ നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ ഫണ്ട് ഓഫ് ഫണ്ടുകൾ, അതായത് പലതരം മ്യൂച്വൽ ഫണ്ടുകളുടെ കൂട്ടമായിട്ടുള്ള മറ്റൊരു മ്യൂച്വൽ ഫണ്ട്. അത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കുകളും കടപ്പത്രങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സംഗതിയാണ്. അത്തരം ഫണ്ടുകളുടെ ഒരു കൂട്ടം, ഫണ്ട് ഓഫ് ഫണ്ട് എന്നുള്ള രീതിയിലുള്ള ഫണ്ടുകളും അദ്ദേഹത്തിൻ്റെ ഇതിൽ കണ്ടു. അതും ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടൊക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടിൽപ്പെട്ടതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് ഓഫ് ഫണ്ടുകൾ ഇരട്ടിയോളം നമുക്ക് എക്സ്പെൻസ് ആവും എന്നുള്ളതാണ്. അതായത് നമ്മൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് വരുമ്പോൾ വരുന്ന ഒരു എക്സ്പെൻസിൻ്റെ മേളിൽ ഈ ഫണ്ടുകളെല്ലാം കൂടി ചേർന്നിട്ട് അത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി വേറൊരു ചാർജും കൂടെ കൊടുക്കുക. അതായത് ഇരട്ടി ചാർജ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഫണ്ട് ഓഫ് ഫണ്ടുകളിൽ വരിക. അതുകൊണ്ട് അത്തരം ഫണ്ടുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ മിക്കവാറും എല്ലാ കമ്പനികളുടെയും സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ അദ്ദേഹം വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1-2 സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ആവുന്നതായിരിക്കും നന്നാവുക. മാക്സിമം പോയാൽ 3 സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് സജസ്റ്റ് ചെയ്തു. ബാക്കിയുള്ള സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഏകദേശം 5-6 സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ കുറേ എണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞുള്ളൊരു പ്രശ്നം വഴി നമ്മളുടെ ഒരു ലാഭം കിട്ടാനുള്ള സാധ്യതയെ അല്ലെങ്കിൽ കിട്ടുന്ന ലാഭത്തിൻ്റെ ആ ഒരു അളവ് കുറയുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. വലിയൊരു പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നത് നന്നായിട്ട് ട്രിം ചെയ്ത് നല്ല ഒരു 10-ൽ താഴെ ഫണ്ടുകൾ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക്
സജഷൻസ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം അത് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കണ്ടിന്യൂ ചെയ്യുന്ന ഫണ്ടുകൾ എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് ബാധകമാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ഫണ്ടുകൾ ഏതാണെന്നുള്ള അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു വാട്സപ്പ് നമ്പറുണ്ട് 8848030018. വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യമേ പറയട്ടെ, ഇതൊരു റെക്കമെൻഡേഷനായിട്ട് എന്നുള്ള രീതിയിൽ കാണണ്ട, അല്ലെങ്കിൽ ഒരു ഫണ്ടിനെ നമ്മൾ മോശമാക്കി കാണുന്നതായിട്ടോ അല്ലെങ്കിൽ ചില ഫണ്ടുകൾ നല്ലതാക്കി പറയുന്നതായിട്ടോ കാണണ്ട. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥയും ഓവറോൾ ഒരു സിറ്റുവേഷനും നോക്കുമ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സജഷൻസ് നമ്മൾ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.